अच्छा पुलिस आ जाएगी അത്രയ്ക്ക് വലിയ മുറിവാ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീര് വീട്ടാരുടേതായാലും ഇങ്ങോട്ട് വരാൻ. अब आ रहा है उधर जब जला दिए കരുതിയില്ല അമ്മ എന്നിവിടെ നിന്നെ കാണുമ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതിയായിരുന്നു. उसके पापा तो नाराज हो गए बस नाराज तो हो गए पता नहीं था कहाँ ये ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീട് മറന്നു അമ്മ. അവള് പുറത്തോളം എന്തിനാ പക്ഷെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയേ? पूछ रहा है क्यों किया तुमने തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ തോന്നി. തെക്കേ കണ്ടെത്തി ചെന്ന് അമ്മയോട് പറയാനുള്ളത് പറയേ. പോയ നാളുകളുടെ ചുടലപ്പറമ്പിലെ പാഴ്ചെടിയായി ഞാൻ अफसोस था ऐसे മഹാപാപമാ ഞാൻ ചെയ്തത്. അത് തെറ്റാണെങ്കിൽ എന്നെ കൊണ്ട് കാലം മനസ്സിൽ നീ എപ്പോഴും മന്ത്രാനുഭൂതിയം. ये घर शायद कम ही आता था इसलिए से पता नहीं था होगा किसकी माँ बीमार है. ഒരു രുദ്രതാളമായി ചേർന്നിരുന്നു താണ്ഡവമാടും സഖിയുടെ മൗന നൊമ്പരങ്ങൾ അറിയൂ ആകാശദീപങ്ങൾ സാക്ഷി. ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. पुलिस आ गई क्या? ഇതിലൊക്കെ എന്ത് കാര്യം? इसकी शादी होने वाली है. കല്യാണം ഇത്രയും വയസ്സായിട്ട് നടക്കായിരുന്നു. इसकी बेटी से इसी की शादी. ഇരിക്കടോ, ഈ വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. ആൻസറായി വന്ന സമയം നന്നായി. നീലകണ്ഠന്റെ ചെക്കന് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പണി ഞാൻ തീർത്തേനെ. ലക്ഷങ്ങൾ നഷ്ടമാണ്. ചട്ടമ്പിത്തരവ് നടന്നിട്ടുണ്ടാവും. അതിന്റെ കെയറോഫില് അവൻ തോന്നിയാസിട്ട് ഇറങ്ങിയാല് ഇത് കാലം മാറി. ചേരമോൻ പറഞ്ഞ പോലെ ഒരു കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതില് ജാനകി ഒന്ന് സൈൻ ചെയ്യണം. പിന്നെ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. जानकी का सिग्नेचर चाहिए उसमें. पता नहीं करेगी कि नहीं करेगी. പ്രയാസം ഉണ്ടാക്കണ്ട. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോർട്ടോ കാര്യങ്ങൾ അകത്ത് കയറ്റുന്നു പെരുമാറണം.
അത് SP അറിയണ്ട, ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചത്തി കംപ്ലൈന്റ്. നീ എന്താ പറയുന്നേ? രാജേട്ടാ, ഹോസ്പിറ്റലിന്റെ MD ഞാനാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നാ പറഞ്ഞേ. മോളെ നീ എന്താ? ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേയന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ കാർത്തികേയന് അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനാണെങ്കിൽ യൂണിഫോമിലും. റിയലി ഞാനിത് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാനും എനിക്ക് അവളോട് മാത്രം തർക്കിക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോൽക്കാൻ നിന്നു കൊടുക്കാറുള്ളൂ. തുടങ്ങിയോ? ഇപ്പൊ ഒഴിച്ചേ ഉള്ളൂ. നല്ല കോൾഡ് കോൾഡ് കോൾഡ്. अपने पापा को ला देता साथ में. नहीं പറഞ്ഞിട്ടുള്ളതാ. അത് എന്റെ തലയ്ക്കകത്ത് വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിന് തുടങ്ങിയാ പിന്നെ എപ്പോഴാ നിർത്തി കിട്ടണെന്ന് പറയാൻ പറ്റില്ല. ബോറാക്കരുത്. ആയിപ്പോവും. കോന്തം പോളേട്ടാ. ഇന്ന് സൺഡേ കുടിക്കുന്നതാ. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു കുടിച്ച് പാട്ടുപാടിയിരുന്നു, മൃദംഗം വായിച്ചിരുന്നു. മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. ധൈര്യം പോരാ, അതുകൊണ്ടാ. ഫോർ യു. പുറംകാലിന് തൊഴിച്ചളയും. പുവർ മാൻ. എനിക്ക് അമ്മ അച്ഛനെ തനിച്ചിനി മംഗലശ്ശേരി കഴിയാൻ വിടണോ? വിളിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു വരില്ല. 7 ദിവസത്തെ ദുബായ് ജീവിതം നീ ചീർത്ത് പന്നി. തീറ്റിയും കുടിയും. अपने पापा के लिए दुख नहीं है शायद, ऐसा लग रहा मुझे. അന്യായം. ഈ അപരാധിച്ച കഥ നിർത്തിയിട്ട് പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പാണാശ്ശേരി നമ്പി 10 ലക്ഷം രൂപ കാൺ. ഈ പുരുഷോത്തമനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി രണ്ടുണ്ടിയോ? നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയായിട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശോട് നീ ധരിക്കരുത്. രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ. ഇത് നടേശനും പിള്ളേർ. നീ ബാക്കിലോട്ട് നിൽക്കി. മോനെ നടേശ ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. इसमें ज्यादा वैसा लग रहा नहीं मोटा. Oh. Ooh. Oh. काफी लंबी फाइट दिखा रही है. किधर लाइक कर दी उसने. एक गुंडे भी ज्यादा से मारने के लिए.
इब्बा चल के मार रहा अच्छा रुपए दे रहा है ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട് ചതവിന് ബെസ്റ്റാ വണ്ടിപ്പേട്ടയിലെ ഉണ്ണിരാം വൈദ്യർക്കറിയാം ഫാദറാ ഒക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഓൾഡ് ഫാഷൻ പരിപാടിയാണ്. നമുക്കിവിടെ വേണ്ടാന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ തട്ടിക്കല്ലണം. सात शूटर को बुलाना चाहता है കൺമുമ്പിൽ കിടന്ന് ബലസുന്നത് തന്തയെ കൊണ്ടിരുന്ന് പുല്ല് നടക്കില്ല. മോനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. രാജേന്ദ്ര एक तो बदले की आग में जल रहा है देखो. ये शायद इसका बेटा होगा क्या? दोनों ही बेटे हैं शायद. മൂലം കരയിക്കുന്ന വിദ്യ ഉണ്ട്. അതിന് സമയമായി. നാളെ വള്ളുവനാട് സെൻട്രൽ ബാങ്ക് ഇത് പണം വസൂലാക്കണം. എൻ്റെ കണ്ടീഷൻ നീലകണ്ഠന് മനസ്സിലായില്ലേ? ഒഫീഷ്യലി എനിക്കിപ്പോൾ ബാങ്കിൽ പവറൊന്നുമില്ല. बैंक वाला मिला यार उससे. हाँ ഡയറക്ടർ ബോർഡിന് മുമ്പിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിരിക്കേണ്ടി വന്നു. അവരെല്ലാം ചോദിക്കുന്നത് എന്ത് ബേസിസിലാണ് ഇത്രയും കയ്യിലാണെന്നാവും. ഈ വീടും പറമ്പും പണയം വെച്ച് ഞാൻ വാങ്ങിച്ച ലോണാണ് അയാളുടെ പ്രശ്നം. അല്ലെങ്കിൽ അതാ इसका घर चलाएगा तो अपने बेटे घर रह सकता है वैसे. നിൽക്കാൻ പറ്റും. പണം പണം रुपए कहाँ से लाएगा? നിത്യ ചെലവിനുള്ളത് ആര് നീലകണ്ഠൻ എന്തായി പറയുന്നത്? കാർത്തികേയനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ പോരെ? നിങ്ങൾ ഈ പറയുന്ന 500 ഉണ്ട്, അയാൾ उसको पता भी नहीं है शायद ना. ഇത് ഞാൻ അയാൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ല, ഞാനായിട്ട് വരുത്തി വെച്ച കടമല്ലേ. അപ്പൊ പിന്നെ छोड़ना पड़ेगा इसे घर. कहाँ जाएगा फिर ये? തെക്ക് ഭാഗത്ത് എന്റെ ഭാര്യ സംസ്കരിച്ച മണ്ണ് അത്തോടെ ഒഴിവാക്കി ബാക്കി ഭാഗം അറ്റാച്ച് ചെയ്തു. अच्छा कुछ पार्ट सीज करने के लिए बोला बस. ഇല്ല. ആ പറമ്പും വീടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ. അതിൽ നിന്ന് ഒരു സെന്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. पूरा घर चाहिए इसे हैं. इसी के सारे कर रहे हैं. ആൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. സീബ്ര മാച്ചോർസ്, KPM ഇൻഡസ്ട്രീസ്, ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോകും. നമ്പ്യാരുടെ അപേക്ഷ പ്രകാരം നീലകണ്ഠന് കുറച്ചു ദിവസത്തെ അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞല്ലോ. അപ്പൊ പണമില്ലാത്ത അല്ലേ പ്രശ്നം? അപ്പോൾ വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. താൻ യാത്ര उसे अपने साथ ले आना चाहिए था ना इसको, अपने पापा को. नहीं ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം बोला കൊണ്ട് नहीं एक बार भी. ഈ മണ്ണിന് വേണ്ടി കൈ നീട്ടി കിട്ടിയില്ല. ये उसकी वाइफ की समाधि है. इसी जगह को बोला था ना कुछ छोड़ने के लिए. अच्छा वाइफ सब सीज हो जाएगा. हाँ पर वो तैयार कहाँ हो रहा है वो. कर पूरा सीज करो. बैंक वाले भी उसी के कहने पे चल रहे हैं. उसी का बैंक तो नहीं कहीं वो शायद उसी के. उसी का न्यूज़ की बेटी के साथ में जा रही है ना शायद, इसलिए. अच्छा इसलिए उसका जानने वाला ही है. എവിടേക്കാ വരാമോ? കൈ കിട്ടണത് കൈസഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു, എടുത്തു. ആക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും ഭാര്യ മോനും? സുഹ്ര, നമ്പ്യാർ സാർ പറഞ്ഞ് കാർത്തികൻ കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാ. പുള്ളിക്കാരൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂർ. നോക്കി കഴിയാഞ്ഞിട്ടാ. ഏയ് ആരോടും പരിഭവമില്ല, ശേഖരനോട് പോലും. പൊയ്ക്കോളൂ. लेने आ तो रखा था उसे. വരേ. ആ താക്കോൽ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കൂ.
സുഹറ മോള് വീട്ടിലേക്ക് വെക്കോളൂ. जाएंगे कहाँ? कौन आ रहा है गाड़ी से? वो तो नहीं आ रहा इनका बेटा? अबे गुंडा जी. കൂര പോലുമില്ലാത്ത ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ. എന്റെ ദൈവങ്ങളെ, ശേഖരൻ സാഷ്ടാംഗം വീണിരിക്കുന്നു. കൂടെയില്ല, അത് മാഞ്ഞുപോയി. എടോ, ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി. നല്ല പ്രയോഗം. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാവുന്നത്. ഒരു രാജാവും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിൻ്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ यात्रा पे जा रहा है शायद. പാതിയായിരുന്നവളെ കൈവിട്ടിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര. മറന്നിരിക്കുന്നു. മുനയൊടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല. കഴിവ് ശേഖരനുണ്ടാകാൻ നീ ജന്മം പലതും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. വഴിമാറാം ഉണ്ടാക്കിയാൽ ചോദ്യങ്ങളും ഞാൻ ചോദിക്കണില്ല. പക്ഷേ യാത്ര എന്ന് പറയുമ്പോ കയ്യില് ദമ്പടി വേണ്ടേ? തീവണ്ടി കൂലിയും ऐसा था नहीं. എല്ലാം വിട്ടെറിഞ്ഞ് പോകാനിറങ്ങിയ ശേഖരനും അനന്തരവൻ രാജേന്ദ്രനും गुंडा आया कर रहा था. അറിയാനും പഠിക്കാനും ഞങ്ങൾ 2 വയസ്സന്മാർക്ക് പറ്റിയില്ലെങ്കിൽ പോവും മുമ്പ് മോന്റെ കർമ്മങ്ങളും. കാർത്തികേയൻ എന്ന എന്റെ മകന് ഐഡിയ അവൻ്റെതോ അതോ സ്വയം കൃതിയോ? കാര്യം പറഞ്ഞിട്ട് പോവാന്നേ. സലാമേ, ആ ബാഗൊക്കെ എടുത്തങ്ങോട്ട് വെക്കാ. കുറുപ്പേ വാടോ. कहाँ जा रहे हैं? कार्तिकेय के घर जा रहे हैं शायद. हाँ, अब उसी के घर चले गए. तब आएगी जब ये सोचे कि कार्तिकेय की जान खतरे में. अच्छा, उसके घर से लाए तो वंदे मुकुंद हरे जय. ये गाना कहाँ से बजा रहा? अपनी माँ की फोटो लगाई. अपने करो पापा की लगा रखी. अच्छा, यही गाना गवाता था वो पहले किसी से ना? उसी का बेटा तो नहीं जो बचाता था? ये? अच्छा, ये भी वैसे ही करता था. किसी को बुलाता है गवाने के लिए, जैसे वो बुलाता था. अच्छा, वो इसका बेटा तो नहीं ये? वही तो कह रहा हूँ, उसका बेटा शायद. അച്ഛനെ ആളെ മനസ്സിലായോ? ഭാര്യയോട് ഞാൻ പറഞ്ഞു. ഗുരുവായൂരൊരു ബന്ധം ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അതിലുള്ള പ്രൊഡക്ഷനാ. സ്വഭാവം അതുപോലെ പകർത്തരുത്. അങ്ങനെ നടന്ന ജീവിതതാളം കുട്ടുമ്പ പിഴവ് വരുത്തരുത്. ഇപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരന്റെ ചോദ്യം അമ്മയുടെ ജാതി, കുലം, പിന്നെ അതൊക്കെ തെളിയിക്കാൻ സർട്ടിഫിക്കറ്റും. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഡിസ്റ്റിലറി കൊണ്ടാക്കി. ഇപ്പൊ സെയിൽസ് മാനേജരാ. ജീവിതം കൊണ്ട് പെരിങ്ങോടന്റെ മോൻ ഇന്നുവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ല. അമ്മ നാരായണമൂർത്തിക്ക് കൊട്ടിപ്പാടാം. അത് മതി. ഇവിടെ വെച്ച് തീരുക. ഇനിയുള്ള കാലം ഇവിടെ സുഖമായിട്ട് കഴിയാൻ തീരുമാനിച്ചു ഞാൻ. എനിക്ക് പുണ്യസ്ഥലങ്ങൾ കാണണ്ട. മിക്സ് ചെയ്യേ വേണ്ട. അത് കുറച്ച് പത്തിരി ഉണ്ടാക്കി നീ നിന്റെ ഉമ്മാക്ക് കൊടുക്ക്. പോളെ,
एसी वाला रूम चेंज चला गया अकेले പണം കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്തും ചെയ്തു. പക്ഷെ ഇന്ന് അച്ഛനെങ്ങും പോകരുത്. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. अच्छा उस घर को वापस ले गए ചിലപ്പോ ഈ പോലീസ് ബുദ്ധിയുടേതാവും. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇതുവരെ ഒരുത്തനും ഒരാള് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പുറകെ വന്നവരൊക്കെ ഉണ്ട്. ഒന്നിച്ചില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയണ്ട. ഒരാളോട് തോന്നിയിരുന്നു. ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈം വരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ്. അത്രയ്ക്കൊരു സൗന്ദര്യ വിരോധി മംഗലശ്ശേരി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. 2 മിനിറ്റ് എനിക്ക്. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്നു കാർത്തിക്. ക്ഷമിക്കണം. പോടാ, നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. മാമന് ചേർന്ന് അനന്ത നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ? അതല്ലേ അതിന്റെ ഒരു ന്യായം? ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് ചോദിക്കണ പോലല്ലേ? എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികേയൻ വന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല പക്ഷത്തും. അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ ആവണം. പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്ക് കോടതിയിൽ കാർത്തികേയൻ പോവില്ല. കോടതി ഞാനുണ്ടാക്കും. എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവന് അനന്തരം. വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് കാർത്തികേയനാ. മിസ്റ്റർ. യെസ് മിസ്റ്റർ. പോകുന്ന ആളോട് ഇല്ലെങ്കിൽ ഇന്ന് ഉറപ്പിച്ച കല്യാണം പിന്നെയും നീളും 1 കൊല്ലം. പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞ് മംഗളകർമ്മങ്ങൾ കൊടുത്തും ഞാൻ തിരിച്ചു പിടിച്ചോളും. അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ മുണ്ടക്കൽ ശേഖരന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു 5 സെന്റ് എരുന്ന് വാങ്ങാൻ വന്നതല്ല. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ये बैग इतनी गाड़ियाँ इसका रास्ता रोक रही हैं. ओ पुलिस की गाड़ी ये यार को अरेस्ट करना. ये तो उसका दोस्त है शायद. മിസ്റ്റർ കാർത്തികേയൻ വണ്ടിയിലുണ്ട്. अच्छा वो कार्तिकेयन उसी में ही. ഒന്ന് വിളിക്കടോ. चालान तो नहीं काटेगा कहीं इसका. अरे बात करना चाहता था मुझे. വലിയ തിരക്കില്ലെങ്കിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. അതെന്താ? ഒരു സ്റ്റൈലാണ്. वही मैं देखा तो दिखाने के लिए. കുട്ടിയെ കുറിച്ചാണോ? അതെ. താനെന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? ടൈം ഇല്ലായിരുന്നു സർ. അവളെ നല്ല ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ട്. കുഴൽപ്പണം, ചന്ദനത്തൈലം, അങ്ങനെ ഓരോന്ന്. അണ്ടർവേൾഡ് പ്രിൻസ്. അണ്ടർവേൾഡ് അതൊരു പഴയ പ്രയോഗം. സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്.